प्यारे बच्चों, नमस्ते। हिंदी में हम नमस्ते कहते हैं, तो നിങ്ങൾ എന്താണ് പറയുക? नमस्ते जी। क्या कहेंगे? नमस्ते जी। इस प्रकार हिंदी में कहेंगे। तो हिंदी क्या है? परिचय नहीं होगा, मैं പരിചയ नहीं होगा, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മൾ 1ാം ക്ലാസ് മുതൽ വിവിധ ഭാഷകൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചില കുട്ടികൾ അംഗനവാടികളിൽ നിന്നും ഭാഷ പഠിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആദ്യമായി പഠിക്കുന്ന ഭാഷ ഏതാണ്? നമ്മുടെ ഭാഷ, മാതൃഭാഷയായ മലയാളം. അതിനുശേഷം നമ്മളൊരു ഭാഷ പഠിച്ചു തുടങ്ങി. 1ാം ക്ലാസ്സിൽ തന്നെ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഏതാണ് ആ ഭാഷ? ഇംഗ്ലീഷ്. ലോകഭാഷയായ ഇംഗ്ലീഷ്. പിന്നീട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അറബിക് ഭാഷ പഠിച്ചിട്ട് കാണും, ചിലവർ സംസ്കൃതം പഠിച്ചു കാണും. ഇപ്പം നമ്മൾ ആ 4ാം തരത്തിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കൊരു പുതിയ ഭാഷ പഠിക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദി. हमारी राष्ट्रभाषा हिंदी. क्या है बोलो? हिंदी. हिंदी की विशेषता क्या है? എന്താണ് ഹിന്ദിയുടെ പ്രത്യേകത? हमारी राष्ट्रभाषा है. बोलो, പറയൂ, നിങ്ങൾ പറയൂ. हमारी राष्ट्रभाषा है हिंदी. अब 5वें दर्जे से 5ാം ക്ലാസ് മുതൽ നമ്മൾ ഒരു പുതിയ ഭാഷ പഠിച്ചു തുടങ്ങുകയാണ്. നമ്മുടെ രാഷ്ട്രഭാഷയായിരിക്കുന്ന ഹിന്ദി. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഭാരതമാണ്, അല്ലെങ്കിൽ ഇന്ത്യയാണ്. ഇന്ത്യ രാജ്യത്ത് വിവിധ ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ മാതൃഭാഷ മലയാളമാണെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ മാതൃഭാഷ എന്താണ്? തമിഴ്. കർണാടകയുടെ മാതൃഭാഷ എന്താണ്? കന്നഡ. അതേപോലെ ഭാരതത്തിലെ മിക്ക സ്റ്റേറ്റുകളുടെയും മിക്ക സംസ്ഥാനങ്ങളുടെയും മാതൃഭാഷ, കൂടുതൽ സംസ്ഥാനങ്ങളുടെയും മാതൃഭാഷ ഹിന്ദിയാണ്. इसलिए हिंदी को राष्ट्रभाषा के रूप में चुना गया है. ഇതുകൊണ്ടാണ് ഹിന്ദിയെ ദേശീയ ഭാഷയായി, രാഷ്ട്രഭാഷയായി അംഗീകരിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ഭാരതത്തിൽ കൂടുതൽ ആളുകളും സംസാരിക്കുന്ന ഭാഷ എന്താണ്? ഹിന്ദി. हमारी राष्ट्रभाषा हिंदी. भारत में अधिकतर लोग हिंदी भाषा बोलते हैं. ഭാരതത്തിൽ കൂടുതൽ ആളുകളും ഹിന്ദി ഭാഷയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദിയാണ്. ഈ ഹിന്ദി ഭാഷ വളരെ ലളിതമായ ഭാഷയാണ്. നമ്മൾ മനസ്സിലാക്കി ഏതാണ് നമ്മുടെ രാഷ്ട്രഭാഷ? ഹിന്ദി. ഹിന്ദി ഞാൻ പറഞ്ഞു, ലളിതമായ ഭാഷയാണ്, പഠിക്കാൻ ഏറ്റവും സുഖകരമായ ഭാഷയാണ്, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഭാഷയാണ്. ഇനി ഹിന്ദി ഭാഷ പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ്? എന്തിനാണ് നമ്മളൊരു ഭാഷ പഠിക്കുന്നത്? എല്ലാ ഭാഷയ്ക്കും അതിൻ്റേതായ മഹത്വങ്ങളുണ്ട്. ഭാഷ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മുഖ്യ ലക്ഷ്യം आशय-विनिमय, विचार-विनिमय. हिंदी में क्या कहेंगे? विचार-विनिमय. दूसरे लोगों से विचार-विनिमय कर सकते हैं. മറ്റ് ആളുകളോട് നമുക്ക് ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഒരു ഭാഷ പഠിക്കുന്നത്. അപ്പോൾ ഹിന്ദി ഭാഷയുടെ പ്രത്യേകത
ഭാരതത്തിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി ആയതുകൊണ്ട് ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക്, അതായത് സംസ്ഥാനം കഴിച്ച് നമ്മുടെ കേരളം ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യാനും അവിടെയുള്ള ആളുകളുമായിട്ട് ആശയവിനിമയം നടത്താനും ഹിന്ദി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം സാധിക്കും. അതുകൊണ്ട് തന്നെ ഹിന്ദി പഠന और उसका प्रचार करना हमारा कर्तव्य है. ഹിന്ദി പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും നമ്മുടെ ധർമ്മമാണ്. കാരണം ഹിന്ദി പഠനേസെ, എന്താണ് ഹിന്ദി പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം? ഹിന്ദി പഠനേസെ सब जगह जा सकते हैं. भारत के विविध प्रदेशों में जा सकते हैं. ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് സഞ്ചരിക്കാനും അവിടെയുള്ള ആളുകളുമായിട്ട് വിചാരവിനിമയം ചെയ്യാനും ആശയവിനിമയം ചെയ്യാനും നമുക്ക് കഴിയും. അതുപോലെ നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ രക്ഷിതാക്കളൊക്കെ ഉണ്ട്. അവർ കൂടുതൽ അവിടേക്ക് ഉപയോഗിക്കുന്ന ഭാഷ ഒരു അറബി കഴിഞ്ഞാൽ ഒരു ഭാഷ ഹിന്ദിയാണ്. അവർക്കും നമുക്കറിയാം, നമ്മളെ വീടുകളിലൊക്കെ ആളുകൾ ഗൾഫിൽ പോലെ വളരെ വേഗത്തിൽ ഹിന്ദി സംസാരിക്കുന്നവരാണ്. ഒരു സ്കൂളിൽ നിന്ന് ഹിന്ദി പഠിച്ചിട്ടാണോ? അല്ല, അവർ പഠിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? അവർ പോയ സ്ഥലത്തു നിന്ന് അവരുള്ള ആളുകളെ സംസാരിച്ചിട്ടാണ് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പോകാൻ, ഗൾഫ് വിദേശ രാജ്യങ്ങളിൽ പോകാൻ നമുക്ക് എന്താവശ്യമാണ്? ഹിന്ദി ഭാഷ പഠിക്കുന്നത് നല്ലതാണ്. ഹിന്ദി ഭാഷയുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി. അത് നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗമായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ യൂണിറ്റിൽ ഒരു പാട്ടും ഒരു ചെറിയ കവിതയും ഒരു ചെറിയ പാഠഭാഗവും അതേപോലെ 2 ചിത്രകഥയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ ഒരു കവിത, ഒരു ചെറിയ പാഠം, അതിനുശേഷം 2 ചിത്രകഥ. ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കേണ്ടത്, നമുക്ക് അറിയേണ്ട കാര്യം, നോക്കി എഴുതാനും നോക്കി വായിക്കാനാണ് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ യൂണിറ്റ്. അതിനുശേഷം നമുക്ക് നോക്കാതെ എഴുതാനും സ്വന്തമായി ചെറിയ ചെറിയ പാട്ടുണ്ടാക്കാനും ചെറിയ ചെറിയ കവിത പാടാനും ചെറിയ ചെറിയ സംഭാഷണങ്ങൾ നിർമ്മിക്കാനും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ വർഷം നമുക്ക് ഈ യൂണിറ്റിൽ നമുക്ക് നോക്കി എഴുതുക, അതുപോലെ തന്നെ നോക്കി വായിക്കാനുമാണ് കൃത്യമായി പഠിക്കേണ്ടത്. ഇതിലുപരി നോക്കാതെ പഠിക്കുന്നുണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നോക്കാതെ എഴുതി ശീലിക്കാം, നോക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതി ശീലിക്കാം, നോക്കാതെ വായിച്ച് ശീലിക്കാം, എല്ലാം ചെയ്യാം. ഏതായാലും നിങ്ങൾ വിക്ടേഴ്സ് ചാനൽ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ രീതിയിലുള്ള അണ്ടറിലുള്ള സർക്കാർ നൽകുന്ന പുതിയ ഓൺലൈൻ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലേ? ശ്രദ്ധിക്കാറില്ലേ നിങ്ങൾ? ഒരു ദിവസം അരമണിക്കൂർ വീതം, ആഴ്ചയിൽ അരമണിക്കൂർ നിങ്ങൾക്ക് ഹിന്ദി ക്ലാസ് കിട്ടാറുണ്ട് അല്ലേ? ഹിന്ദി ക്ലാസ് കിട്ടാറില്ലേ? ആ ഹിന്ദി ക്ലാസ്സിൽ 6ഓളം ഹിന്ദി ക്ലാസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഞാൻ ഒട്ടനവധി പ്രവർത്തനങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ചില കുട്ടികളെങ്കിലും തയ്യാറാക്കി എനിക്ക് തിരിച്ചയച്ചു തന്നിട്ടില്ല. പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ചില കുട്ടികൾ അതിൽ വിമുഖത കാണിച്ചിട്ടുണ്ട്. അവർക്ക് ഒന്നുകൂടി മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് നമ്മളുടെ സ്കൂളിൻ്റെ തനത് ഓൺലൈൻ ക്ലാസ് അടിസ്ഥാനത്തിൽ ഞാൻ ഒരു 5-6 ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മുമ്പിലേക്ക് ഈ രീതിയിൽ വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അന്നെടുത്ത ക്ലാസ്സിൻ്റെ ഒരു ആവർത്തനം കൂടുതൽ അത് തന്നെ പറഞ്ഞു തരില്ല. എന്താണ് പറയുക,
അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള അത് എല്ലാം ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്കറിയാം, നമ്മൾ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല, നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷം നിങ്ങൾ വേറെ ഏതോ മറ്റൊരു സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത്. ഇതിലൊന്നും ആർക്കും ആശങ്ക വേണ്ട. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഓൺലൈനിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംശയങ്ങൾക്കും ഞങ്ങൾ നിവാരണം ചെയ്തു തരും. അപ്പം ചില ആൾക്കെങ്കിലും ആ ക്ലാസ് വിക്ടേഴ്സ് ചാനൽ ക്ലാസ്സുകൾ മനസ്സിലായില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം ക്ലാസ് സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്നത്. അതേപോലെ തന്നെ വീഡിയോ ക്ലിപ്പിംഗ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പല സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സൊക്കെ വേറെ നിങ്ങൾക്ക് സബ്ജക്റ്റ് എടുക്കുന്ന സാറന്മാരെ അയച്ചു തന്നിട്ടുണ്ടാവില്ലേ? അപ്പം അതും അതിനൊക്കെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരെഴുതി അവരവരുടെ ഓരോ അധ്യാപകരുടെയും വാട്സപ്പിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹിന്ദിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി വ്യക്തമാക്കി തരിക എന്നുള്ള ഉദ്ദേശത്തിനാണ് ഞാൻ നിങ്ങൾക്ക് ഈ രീതിയിൽ ക്ലാസ് എടുക്കുന്നത്. अब हम अपने अपने नोटबुक और ടെക്സ്റ്റ് ബുക്ക് സാമനെ രഖന. നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും എടുത്ത് മുമ്പിൽ വയ്ക്കുക. വെച്ചോ? റെഡിയായോ? യെസ്. എന്നാൽ 9-ാം നമ്പർ പേജ് എടുക്കും. എത്ര നമ്പർ പേജ്? 9. പന്ന സംഖ്യ 9 പേജ് നമ്പർ 9 എടുക്കുക. തും ഉസ്മേ ക്യാ ദേഖ്തേ ഹോ? നിങ്ങൾ എന്താണ് ആ പേജിൽ കാണുന്നത്? കിസ്കാ ചിത്ര ഹൈ? എന്തിൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്? പേട് കാ ചിത്ര ഹൈ. എന്താണ്? പേട് കാ ചിത്ര ഹൈ. യേ ഏക് പേട് ഹൈ. पेड़ देखो, पेड़ का चित्र देखो, पेड़, उसके नीचे लिखा है पेड़. पढ़ो, पेड़. പേടുമാൻ എന്താ? പേടെന്ന് പറഞ്ഞാൽ മരം. ഇതാണ് മരം. മരത്തിൻ്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആദ്യ പേജിൽ തന്നെ ഒരു മരത്തിൻ്റെ ചിത്രം നിങ്ങൾ വരയ്ക്കുക. ഒരു മരത്തിൻ്റെ ചിത്രം വരയ്ക്കുക. എന്നിട്ടോ മാഷ് എഴുതിയ പോലെ നോക്കിയിട്ട് പേട് എന്ന് അതിനടിയിൽ എഴുതി വയ്ക്കുക. കിസ്കാ ചിത്രത്തും കിഞ്ചിത്തേപ്പോ നിങ്ങൾ എന്തിൻ്റെ ചിത്ര വരയ്ക്കുന്നത്? ബോലോ, പേട് കാ ചിത്ര. क्या? पेड़ का चित्र. तो उसके नीचे क्या लिखना है? അതിനടിയിലായിട്ട് എന്തെഴുതണം? ഇതേപോലെ പേട്. നോക്കി എഴുതിയാൽ മതി. അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും നോക്കി എഴുതുക. ചെറിയ വാക്കാണ്. അത് എഴുതിയതിനു ശേഷം ആ ചിത്രത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? പേട് പർ കോൻ കോൻ ഹേ? ആരാണ് മരത്തിലുള്ളത്? ആരാണ് മരത്തിലുള്ളത്? പക്ഷി. പക്ഷി മാത്രമാണ് മരത്തിലുള്ളത്. പക്ഷി കുഞ്ഞുങ്ങളുമില്ലേ? പക്ഷി കുഞ്ഞുങ്ങളുണ്ട്. അപ്പം അമ്മ ചിടിയ और नन्ही चिड़िया. चिड़िया पक्षी है. अम्मा चिड़िया तള്ള പക്ഷി, നന്നി ചിടിയ കുഞ്ഞു പക്ഷികൾ. अम्मा चिड़िया और नन्ही चिड़िया. और देखिए, अम्मा चिड़िया और नन्ही चिड़िया कहाँ हैं? अम्मा चिड़िया कहाँ हैं? पेड़ पर हैं. നന്നി ചിടിയാം കഹാ ഹേ? 3 പക്ഷി കുഞ്ഞുങ്ങളുണ്ട്, കണ്ടില്ലേ? അതുകൊണ്ട് ചിടിയാം, നന്നി ചിടിയ
चिड़िया कहाँ है? नन्ही चिड़िया घोंसले में. ഘോസല എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷി കൂടിൽ, പക്ഷി കൂട്ടിലാണ് ഉള്ളത്. നന്നി ചിടിയ കഹാ ഹേ? പക്ഷി കൂട്ടിൽ घोंसले में. അമ്മ ചിടിയ ക്യാ കർ രഹി ഹേ? ആ, അമ്മ ചിടിയ എന്താണ് ചെയ്യുന്നത്? ആ, അമ്മ ചിടിയെ ചോഞ്ച് പർ ചിടിയെ കെ ചോഞ്ച് മേ ക്യാ ഹേ? ആ ചുണ്ടത്ത് എന്താണുള്ളത്? ആ, കാന. അമ്മ ചിടിയാക്കെ ചോഞ്ച് പർ കാന. ചുണ്ടില് അല്ലെങ്കിൽ കൊക്കില് എന്തുണ്ട്? ഭക്ഷണമുണ്ട്. അപ്പോൾ അമ്മ ചിടിയ നന്നി ചിടിയോക്കോ ഖാന ഖിലാ രഹി ഹൈ. ഭക്ഷണം നൽകുകയാണ് അമ്മ ചിടിയ ചെയ്യുന്നത് അല്ലേ? കണ്ടില്ലേ? അമ്മ ചിടിയ നന്നി ചിടിയേക്കോ ഖാന ദേ രഹി ഹൈ. ഭക്ഷണം നൽകുകയാണ്. ദാന അല്ലെങ്കിൽ ഖാന. ദാന ധാന്യം, ഖാന ഭക്ഷണം. അമ്മ ചിടിയ നന്നി ചിടിയോക്കോ खाना दे रही है. और अब मैं पूछूंगा यहाँ क्या हो रहा है? ഇവിടെ എന്താണ് കാണുന്നത്? അമ്മ ചിടിയ നന്നി ചിടിയേക്കോ क्या दे रहा है? खाना दे रहा है. देखो एक वीडियो, ऐसा एक वीडियो तुम्हें देखेंगे. यहाँ एक वीडियो. നോക്കൂ, ഇതിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എന്താണ് നമ്മൾ ഈ ചിത്രത്തിലൂടെ നമ്മൾ ഉൾക്കൊള്ളുന്നത്? इस चित्र में क्या, चित्र से हम क्या समझते हैं? എന്താണ് നമ്മൾ ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്? മാ കാ പ്യാർ, അമ്മയുടെ സ്നേഹം. മാ കാ പ്യാർ. माम का प्यार कैसा है? माम का प्यार अनमोल है. അമ്മയുടെ സ്നേഹം അമൂല്യമാണ്. മാം കാ പ്യാർ അൻമോൽ है. വിലമതിക്കാനാവാത്തതാണ് അമ്മയുടെ സ്നേഹം. നമുക്കും അങ്ങനെയല്ലേ നമ്മളുടെ അമ്മയോട്? നമ്മളുടെ അമ്മ നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് നമുക്കറിയാം. നമുക്ക് ഭക്ഷണം തരുന്നുണ്ട്, നമുക്ക് ഡ്രസ്സ് നമ്മളെ കുളിപ്പിച്ച് തരുന്നുണ്ട്. ഇപ്പം സ്കൂളിലെത്തിയ സമയത്ത് തന്നെ എന്തെല്ലാമോ ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വസ്ത്രം ധരിച്ചു തരുന്നു, കുളിപ്പിച്ച് തരുന്നു, സ്കൂളിലേക്ക് ബുക്ക് എടുത്ത് തരുന്നു, ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. എല്ലാം അമ്മ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. രാത്രി കിടന്നു തുറക്കുന്നു. ഇനി പെട്ടെന്ന് നമ്മൾ വീടൊക്കെ ചെയ്താൽ ഓടി വന്ന് അമ്മ നമ്മളെ എടുത്ത് അയ്യോ മോനെന്ത് പറ്റി, അയ്യോ മോക്കെന്ത് പറ്റിയപ്പോ എന്നെല്ലാം ചോദിച്ചിട്ട് കണ്ടിട്ടില്ലേ? അമ്മയുടെ ബേജാറ് കണ്ടിട്ടില്ലേ? എന്താണ് ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കുന്നത്? മാം കാ പ്യാർ അൻമോൽ. അമ്മയുടെ സ്നേഹം അമൂല്യമാണ്. യഹാം ഭി ഐസാ ദൃശ്യ ഹം ദേഖ് രഹേ ഹൈ. ഇസ്സേ സംബന്ധിത ഇതേപോലെ ഇതുമായി ബന്ധപ്പെട്ട പാട്ടുകൾ നമുക്ക് കേൾക്കാം. കേട്ടോളൂ. माँ तू कितनी अच्छी है, मेरा सब कुछ करती है. भूख मुझे जब लगती है, खाना मुझे खिलाती है. जब मैं गंदा होता हूँ, रोज मुझे नहलाती है. जब मैं
अब और एक कहानी है। इस प्रकार मां के प्यार से സംബന്ധിച്ച് അമ്മയുടെ സ്നേഹവുമായി ബന്ധപ്പെട്ട और एक कहानी हमें पढ़ने को ഒരു കഥ നമുക്ക് പഠിക്കാനുണ്ട്. ആ കഥയാണ് നമ്മൾ പഠിക്കുന്നത്. देखो ये सीना है. नोका ये चित्र देखो, ये सीना है. ये सीना की माँ है. कौन है? सीना की अम्मा है, അല്ലെങ്കിൽ സീനയുടെ അമ്മയാണ്. സീന ആജ് സ്കൂൾ जा रहा है. സീന എവിടെ പോവാണ് പറയൂ? സ്കൂൾ जा रहा है. सीना कहाँ जा रहा है? सीना स्कूल जा रहा है. सीന ഇന്ന് സ്കൂളിൽ പോവുകയാണ്. सीना स्कूल जा रही है. कौन स्कूल जा रही है? सीना स्कूल जा रही है. ആരാണ് സ്കൂളിൽ പോകുന്നത്? സീന. സീന കഹാം जा रही है? സീന എവിടെയാണ് പോകുന്നത്? സീന സ്കൂളിലാണ് പോകുന്നത്. സീന मां को बुलाया. मां അമ്മേ. ആര് വിളിച്ചു? സീന വിളിച്ചു. മാം കാനാലേക്ക് അമ്മ ഭക്ഷണമായി വന്നു. മാം ഉസേ ഖാന ഖിലാനെ ലഗി. അമ്മ അവൾക്ക് ഖാന ഖിലാനെ ലഗി, ഭക്ഷണം നൽകാൻ തുടങ്ങി. കാത്തേ കാത്തേ സീന. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീന सोचने लगा, ചിന്തിക്കാൻ തുടങ്ങി. എന്താ ചിന്തിക്കാൻ തുടങ്ങിയത്? മേരി മാം കിത്തനി അച്ഛി ഹൈ. എൻ്റെ അമ്മ എത്ര നല്ല അമ്മയാണ്. ആര് ചിന്തിക്കാൻ തുടങ്ങി? സീന ചിന്തിക്കാൻ തുടങ്ങി. അമ്മയെപ്പറ്റി സീന പാടാൻ തുടങ്ങി. സീന एक गीत गाने लगा. देखो हमारे 10वें पेज में, നിങ്ങളുടെ 10ാം പേജിൽ ആ പാട്ടുണ്ട്. പാട്ടിൻ്റെ പേരെന്താണ്? പ്യാരി മാ. ബതാവോ ഗീത് കാ നാം. പാട്ടിൻ്റെ പേരെന്താണ്? പറഞ്ഞോളൂ. എന്താണ് പേര്? പ്യാരി മാ. സുനെ एक बार वो गीत. ആ പാട്ട് നിങ്ങളൊന്ന് കേൾക്കുക. प्यारी प्यारी अम्मा मेरी, मीठे मीठे गीत सुनाती, ताजा ताजा दूध पिलाती, तरह तरह का खाना देती. प्यारी प्यारी अम्मा मेरी, मीठे मीठे गीत सुनाती, ताजा ताजा दूध पिलाती, तरह तरह का खाना देती. मेरी सारी बातें सुनती, अच्छी अच्छी सीखें देती, संग सुलाती, सुबह जगाती. कितनी प्यारी अम्मा मेरी, कितनी प्यारी अम्मा मेरी. प्यारे बच्चों, प्रियപ്പെട്ട കുട്ടികളെ, ഈ ഗീത് हमने बार बार सुने. നമ്മൾ പലതവണ കേട്ട പാട്ടാണ്. അത് ഞാൻ ഓഡിയോ നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. പാടി പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഏതായാലും ഇതിൻ്റെ ആശയം പറയുന്നതിന് വേണ്ടി മാത്രം ഒരു തവണ വേഗം ഓടിച്ചു പോവാണ്. പ്യാരി പ്യാരി അമ്മാ മേരി, മീഠേ മീഠേ ഗീത് സുനാത്തി, तासा तासा दूध पिलाती, तरह तरह का खाना देती. मेरी सारी बातें सुनती, अच्छी अच्छी सीखें देती, संग सुलाती, सुबह जगाती. कितनी प्यारी अम्मा मेरी.
प्यारी प्यारी अम्मा मेरी मीठे मीठे गीत सुनाती, ताज़ा ताज़ा दूध पिलाती, तरह तरह का खाना देती, मेरी सारी बातें सुनती, अच्छी अच्छी सीखें देती, संग सुलाती सुबह जगाती, कितनी प्यारी अम्मा मेरी। देखो, प्यारी प्यारी अम्मा मेरी, मेरी अम्मा बहुत प्यारी है। എൻ്റെ അമ്മ എനിക്ക് നല്ല പ്രിയപ്പെട്ട അമ്മയാണ്. എൻ്റെ അമ്മ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. പിന്നെയോ, അമ്മ ക്യാ കർത്തി ഹൈ? मीठे मीठे गीत सुनाती, माँ मुझे मीठे मीठे गीत सुनाती है. मीठे गीत मधुरमुള്ള പാട്ടുകൾ मुझे सुनाती हैं. और ताज़ा ताज़ा दूध पिलाती. कौन सा दूध, कैसा दूध पिलाती है मुझे? എങ്ങനെയുള്ള പാലാണ് എനിക്ക് തരുന്നത്? ഫ്രഷ് ദൂത് പിലാത്തി. നല്ല പാലെനിക്ക് അമ്മ തരാറുണ്ട്. പിന്നെയോ, തരഹ തരഹ കാ ഖാനാ ദേത്തി. പിന്നെയോ, പലതരത്തിലുള്ള ഭക്ഷണം തരാറുണ്ട്. എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കി തരും അമ്മ. പായസം വേണമെന്ന് പറഞ്ഞാൽ പായസം വെച്ച് തരും. ഇനി എനിക്ക് നല്ല ചപ്പാത്തിയാണ് വേണ്ടത്, പുട്ട്, വെള്ളം, ഇഷ്ടമുള്ള ഭക്ഷണമാണ് എനിക്ക് ഉണ്ടാക്കി തരും. തരഹ തരഹ കാ ഖാനാ ദേത്തി. പലതരത്തിലുള്ള ഭക്ഷണം അമ്മ എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. അങ്ങനെയുള്ള അമ്മ എന്താണ്? ബഹുത് പ്യാരി ഹൈ മുझे. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട അമ്മയാണ് എൻ്റെ അമ്മ. പിന്നെയോ, മേരി സാരി ബാത്തേൻ സുൻതി. എന്താണ്? എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ കേൾക്കാറുണ്ട്. എന്നോട് അമ്മ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അമ്മ കേൾക്കാറുണ്ട്. സ്കൂളിൽ പോയി വന്ന് എല്ലാ കഥയും ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. അമ്മ ഇതെല്ലാം കേൾക്കും. എന്നിട്ടോ, അച്ചി അച്ചി സീഖേൻ ദേത്തി. ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും മോശമായ പെരുമാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികളോട് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല പാഠം എനിക്ക് പറഞ്ഞു തരും അമ്മ. നല്ല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരും. അങ്ങനെ ചെയ്യരുത് മോളെ, അവരോട്, കുട്ടികളോട് അങ്ങനെ പെരുമാറരുത്, നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറണം. ഇങ്ങനെയുള്ള നല്ല അച്ചി അച്ചി സീക്കേം എന്ന് പറഞ്ഞ പാഠങ്ങൾ, നല്ല നല്ല പാഠങ്ങൾ എനിക്ക്, നല്ല നല്ല അറിവുകൾ എനിക്ക് അമ്മ പറഞ്ഞു തരാറുണ്ട്. മേരി സാരി ബാത്തേൻ സുൻതി, അച്ചി അച്ചി സീക്കേം ദേത്തി. എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ കേൾക്കാറുണ്ട്. അതേപോലെ എനിക്ക് നല്ല പാഠങ്ങൾ അമ്മ പറഞ്ഞു തരാറുണ്ട്. സംഗ് സുലാത്തി സുബഹ ജഗാത്തി. സംഗ് എന്നെ കൂടെ തന്നെ കിടത്തി ഉറക്കും അമ്മ. താരാട്ട് പാട്ടൊക്കെ പാടി എന്നെ ഉറക്കാറുണ്ട്. സുബഹ ജഗാത്തി, രാവിലെ ആകുമ്പോൾ എന്നെ വിളിച്ചുണർത്തും എൻ്റെ അമ്മ. കിത്തനി പ്യാരി അമ്മ മേരി. അങ്ങനെയുള്ള എൻ്റെ അമ്മ എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടതാണ്. എൻ്റെ അമ്മയെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ബഹുത്ത് അച്ചി മാം ഹൈ മേരി, മുझे ബഹുത്ത് പ്യാരി ഹൈ. ഇത്രയാണ് ആ കവിതയിൽ പറയുന്ന ആശയം. ഇനി അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. നോക്കുക. प्यारी प्यारी अम्मा मेरी. देखो, उसमें प्यारी प्यारी के नीचे अंडरलाइन करें. प्यारी प्यारी എന്ന വാക്കിനടിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? अंडरलाइन करना. അതിൽ അടിവരയിടുക. इस प्रकार समान ध्वनि वाले शब्द कविता में. ഇതേപോലെ സമാന ധ്വനികളുള്ള വാക്കുകൾ കവിതയിലുണ്ട്. ആ വാക്കുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ആ വാക്കുകളുടെ അടിയിലെല്ലാം നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് ആ വാക്കുകൾ എടുത്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. ഇനി ശ്രദ്ധിക്കുക. ഈ പാഠവുമായി ബന്ധപ്പെട്ട്
2 വർക്ക് ഷീറ്റാണുള്ളത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, സമാന ധ്വനി വാലെ ശബ്ദ ചുൻകർ ലിഖി. और दूसरा यह है, രണ്ടാമത്തെ പ്രവർത്തനമാണ് സഹി മിലാൻ കരി. देखो सही मिलान करें. एक कमरे में कुछ शब्द लिखे हैं और दूसरी कमरे में और कुछ शब्द लिखे हैं, लेकिन वह क्रम से नहीं. 2 കോളങ്ങളിലായിട്ട് വാക്കുകൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഒരു കോളത്തിലുള്ള വാക്ക് മറുകോളത്തിലുള്ള വാക്കുമായിട്ട് ശരിയായ രീതിയിൽ യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഏരോ മാർക്കിട്ട് യോജിപ്പിച്ചാൽ മതി. 2 ക്രമ തെറ്റിച്ചാൽ കൊടുത്തിരിക്കുന്നത് ക്രമപ്പെടുത്തി ശരിയാക്കി യോജിപ്പിക്കുക. അതാണ് രണ്ടാമത്തെ പ്രവർത്തനം. ഒന്ന് വായിക്കാം ഞാൻ. പ്യാരി പ്യാരി, മീട്ടേ മീട്ടേ, അച്ചി അച്ചി, ताज़ा ताज़ा, तरह तरह, दूध, खाना, सीखे, अम्मा, गीत. ഇതാണ് വാക്കുകൾ. ഈ വാക്കുകൾ ശരിയായ രീതിയിൽ യോജിപ്പിച്ച് എഴുതിയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക്, എൻ്റെ സ്വന്തം നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? വാട്സപ്പ് ചെയ്യണം വേണ്ടത്. പിന്നെ ഇതുവരെ നടത്തേണ്ട പ്രവർത്തനം, പാഠം ആ പാട്ട് നോക്കാതെ പഠിക്കാൻ ശ്രമിച്ചോളൂ. നല്ല താളമുള്ള പാട്ടാണ്. ഈ കവിതയ്ക്ക് ഭിന്ന ഭിന്ന വ്യത്യസ്ത താളങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും, വ്യത്യസ്ത ഈണങ്ങൾ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ആ വ്യത്യസ്ത ഈണങ്ങൾ കൊടുക്കേണ്ട പ്രവർത്തനം നടത്താൻ നിങ്ങൾക്ക് പാഠം നന്നായിട്ട് നോക്കി വായിക്കുക. അതുപോലെ തന്നെ സ്വന്തമായി കേൾക്കാതെ പഠിക്കാൻ ശ്രമിക്കുക. നിർബന്ധമില്ല, എന്നിരുന്നാലും നോക്കാതെ പാടാൻ ശ്രമിക്കുക. 8 വരി മാത്രമേ ഉള്ളൂ. നല്ല ഈണത്തിലുള്ള പാട്ടാണ്. ഇതെല്ലാം പഠിക്കുക. അങ്ങനെയാണ് ഹിന്ദി നമ്മൾ താല്പര്യം ഉണ്ടാവുക. അതുകൊണ്ട് നോക്കാതെ പഠിക്കുകയും അതുപോലെ തന്നെ നല്ല താളം കൊടുക്കുകയും അതേപോലെ തന്നെ അതൊന്ന് എഴുതി നോക്കുക. നോക്കിയിട്ട് 1, 2, 3 തവണ എഴുതി നോക്കൂ. അങ്ങനെ ഓട്ടോമാറ്റിക്കലായി നമുക്ക് എഴുത്ത് വശവും അക്ഷരങ്ങൾ സ്വായത്തായി വരും. അതുകൊണ്ട് ഈ 3 പ്രവർത്തനങ്ങൾ വരുന്നത്. ഒന്ന് ആദ്യത്തത്, രണ്ടാമത് യോജിപ്പിക്കാനുള്ളത്, മൂന്നാമത്തത് വായിക്കാനുള്ളത്, നാലാമത്തത് എഴുതി നോക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഈ പാഠമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. हमने कविता पढ़ी. कविता पसंद आया है? कविता इष्टाइल എല്ലാവർക്കും നല്ല കവിതയാണ്. अब देखो अगला पेज, नेक्स्ट पेज देखें. അടുത്ത പേജ് ഒന്ന് നോക്കുക. घर എന്ന ഒരു പാഠഭാഗം കാണാം. देखो ये किसका घर होगा? ഈ വീട് ആരുടെ വീടായിരിക്കാം? कौन स्कूल जा रही है? ആരാണ് സ്കൂളിൽ പോകുന്നത്? सीना. तो ये सीना का घर है. ये सीना का घर है. ये किसका घर है? ये सीना का घर है. ये चित्र देखो, ये सीना का घर है. देखो ये कौन है? ये सीना है. बोलो, ये सीना है. इधाराണ് ये सीना है. और एक चित्र देखें. चित्र में कौन कौन है? देखो ये चित्र में कौन कौन है? ആരെല്ലാം ചിത്രത്തിലുള്ളത്? देखो माताजी, पिताजी और भाई. മാതാജി, പിതാജി, ഭായ്. ആരൊക്കെയാണുള്ളത്? അമ്മ, അച്ഛൻ, സഹോദരൻ. കിസ്ക? ആരുടെ? മീനാക്കെ. മീനയുടെ അച്ഛനാണ്, അമ്മയാണ്, അച്ഛനാണ്, സഹോദരനാണ്. ये किसका घर होगा? ആരുടേതാണ് വീട്? ये सीना का घर है. ये तो
वह पाठभाग का वाक्य पढ़े। ये सीना का घर है। सीना के घर में माताजी, पिताजी और भाई हैं। सीना के घर में माताजी, पिताजी और भाई हैं। इसी प्रकार तुम्हारे घर में कौन कौन है? നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാമുള്ളത്? तुम्हारे घर में कौन कौन है? നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാം ഉള്ളത്? എങ്ങനെയാണത് പറയാ? മേരെ घर में, तुम्हारे घर में कौन कौन है എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? എൻ്റെ വീട്ടിൽ. നിങ്ങളുടെ വീട്ടിൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ മേരെ घर में മാതാജി, പിതാജി और भाई हैं. ചിലപ്പോൾ ബഹൻ ഉണ്ടാവാം. ബഹൻ ദേഖേ, ചിത്ര ദേഖേ. ബഹൻ എന്താ? ബഹൻ സഹോദരി, ഭായി സഹോദരൻ, ബഹൻ സഹോദരി. ഇപ്പൊ ചിലരുടെ വീട്ടിൽ ബഹനായിരിക്കും, ചിലരുടെ വീട്ടിൽ രണ്ടുപേരും ഉണ്ടായിരിക്കും അല്ലേ? ചിലരുടെ വീട്ടിൽ ഒന്നിൽ കൂടുതൽ സഹോദരന്മാരുണ്ടാവും, ചിലരുടെ വീട്ടിൽ ഒന്നിൽ കൂടുതൽ സഹോദരിമാരുണ്ടാവും. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് എഴുതണം. അപ്പോൾ തുമാരെ ഘർ മേ കോൻ കോൻ ഹേ, ഇതാണ് നിങ്ങൾക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട് തരുന്ന വർക്ക് ഷീറ്റ്. वो कैसे हम करेंगे? അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? वो घर का चित्र खींचेंगे. നിങ്ങൾ ഒരു വീടിൻ്റെ ചിത്രം വരയ്ക്കുക. വീടിൻ്റെ ചിത്രം പറഞ്ഞതിന് ശേഷം ये मेरा घर है, ഇതെൻ്റെ വീടാണ്. मेरे घर में माताजी, पिताजी, भाई या बहन है. ഏതായാലും നമ്മൾ നല്ല കുട്ടികളാണ്, എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കണ്ടാൽ നമ്മൾ മനസ്സിലാക്കും നല്ല മക്കളാണ്. നമ്മൾ നേരിട്ട് കണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നല്ല കുട്ടികളായിട്ടാണ് തോന്നുന്നത്. നല്ല രീതിയിൽ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്, നന്നായി പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ ആദ്യമായിട്ട് ഈ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ഹിന്ദിയുടെ പ്രാധാന്യം എന്താണ്, നമ്മുടെ ഹിന്ദി ഭാഷയുടെ രാഷ്ട്രഭാഷ ഹിന്ദിയുടെ പ്രാധാന്യം എന്ത്. അതിനുശേഷം അമ്മയുടെ സ്നേഹം, അതിനെ സംബന്ധിച്ചുള്ള എന്ത് പഠിച്ചു? 1-2 പാട്ട് പഠിച്ചു. നമ്മളെ പുസ്തകത്തിലുള്ള പാട്ട് പഠിച്ചു. അതിന് നല്ല ഈണത്തിൽ നമ്മൾ പാടാൻ പഠിച്ചു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട 1-2 അനുബന്ധ പ്രവർത്തനങ്ങൾ ചെയ്തു. ആ കവിത നമ്മൾ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? പാടി നോക്കണം, എഴുതി നോക്കണം. അതേപോലെ തന്നെ ഘർ എന്നുള്ള പാഠഭാഗം കുറച്ച് ആദ്യ ഭാഗം നമ്മളെന്ത് ചെയ്തു? പഠിച്ചു. ആ ഘർ 2 ലൈനായിട്ടുള്ള ഒരു ചെറിയ പാരഗ്രാഫുള്ള ഒരു പാഠഭാഗമാണ്. അതും നമ്മൾ പഠിച്ചു. അതിലുള്ള വാക്കുകൾ മാതാജി, പിതാജി, ഭായി, സീന, ഇത്രയും വാക്കുകൾ നിങ്ങളൊന്ന് എഴുതി നോക്കണം കേട്ടോ. അതൊന്ന് എഴുതുകയും ചെയ്യുക. അതുപോലെ തന്നെ അവിടെ ഒരു വർക്ക് ഷീറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. തുമാരെ ഘർ മേ കോൻ കോൻ ഹേ, वो घर का चित्र खींचना है. घर के चित्र खींचने के बाद घर में कौन कौन है? ये मेरा घर है, मेरे घर में നന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞ് ആ വർക്ക് ഷീറ്റും ചെയ്ത് എനിക്ക് അയച്ചു തരണം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. फिर मिलेंगे हम अगली कक्षा में.